ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 4 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞദാനതപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. യജ്ഞ ദാന തപ കർമ്മ. യജ്ഞം, ദാനം, തപസ് ഈ കർമ്മങ്ങൾ ന ത്യാജ്യം ത്യജിക്കേണ്ടവയല്ല, ഉപേക്ഷിക്കേണ്ടവയല്ല. തത് അത് കാര്യമേവ ചെയ്യേണ്ടതു തന്നെയാണ്, വേണ്ടതു തന്നെയാണ്. യജ്ഞ ദാന തപശ്ചയേവ യജ്ഞവും ദാനവും തപസ്സും മനീഷീണാം മനീഷികൾക്ക്, അതായത് സാധകന്മാർക്ക്, ആത്മജ്ഞാനികൾക്ക്, പാവനാനി പാവനമായതാണ്, പവിത്രമായതാണ്, ശുദ്ധികരങ്ങളായിട്ടുള്ളതാണ്. യജ്ഞ ദാന തപ. യജ്ഞം, ദാനം, തപസ് ഈ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടവയല്ല. അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ചെയ്യേണ്ടതു തന്നെയാണ്. യജ്ഞവും ദാനവും തപസ്സും ആത്മജ്ഞാനികൾക്ക് പവിത്രമായതാണ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞം എന്നാൽ വൈദിക വിധിപ്രകാരമുള്ള യജ്ഞമാകണമെന്നില്ല. ഏതു നിഷ്കാമ കർമ്മവും യജ്ഞമാണ്. സാത്വികമായ കർമ്മവും സാത്വികമായ ദാനവും സാത്വികമായ തപസ്സും ഉപേക്ഷിക്കപ്പെടേണ്ടവയല്ല. ശാരീരികവും മാനസികവും വാങ്മയവുമായ സാത്വിക തപസ്സുകളെല്ലാം സാധകന് അനുപേക്ഷണീയമാണ്. ഇവ മൂലം സാധകൻ ശുദ്ധീകരിക്കപ്പെടുന്നു. ആയതിനാൽ ഇവയൊന്നും ത്യജിക്കേണ്ടവയല്ല. നമ്മുടെ ഋഷിവര്യന്മാരും ആത്മീയ ആചാര്യന്മാരും അവതാരപുരുഷന്മാരും എല്ലാം സദാ കർമ്മനിരതരായിരുന്നു. അവരൊന്നും കർമ്മവിമുഖരായിരുന്നില്ല, അഥവാ കർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരുന്നില്ല. അവരെല്ലാം ലോകനന്മയ്ക്കായി സദാ യജ്ഞങ്ങളിൽ മുഴുകിയവരായിരുന്നു. അവരുടെ ആ നിഷ്കാമമായ സാത്വികമായ ലോകനന്മയ്ക്കുതകുന്ന കർമ്മങ്ങൾ മൂലമാണ് സമൂഹം ധാർമ്മിക പുരോഗതിയിലേക്ക് നയിക്കപ്പെട്ടത്, ഇപ്പോഴും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ, സത്യസായി ബാബ, അമൃതാനന്ദമയി ദേവി ഇവരെല്ലാം കർമ്മത്തെ ത്യജിച്ചവരല്ല. അങ്ങനെ ത്യജിച്ചിരുന്നെങ്കിൽ മനുഷ്യരാശിക്ക് ഉണ്ടാകുമായിരുന്ന നഷ്ടം ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് സാത്വികമായ കർമ്മങ്ങൾ ഒരിക്കലും ത്യജിക്കേണ്ടവയല്ല, അവ ചെയ്യേണ്ടതു തന്നെയാണ്. അത് ചെയ്യുന്നവരെ പരിശുദ്ധരാക്കി തീർക്കുന്നു, ലോകത്തിന് നന്മയെ പ്രദാനം ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.